ഇന്നത്തെ റെസിപ്പി കോട്ടയം സ്റ്റൈൽ ബീഫ് പെരളനാണ്. വീക്കെൻഡിൽ നാട്ടിൽ ചെന്നപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന ഈ അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. വിറകടുപ്പിലാണ് അമ്മ ഇതുണ്ടാക്കുന്നത്. 1 കിലോഗ്രാം ബീഫിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു മീഡിയം സൈസ് സവോള, 30ഓളം ചെറിയുള്ളി, കുറച്ച് ഇഞ്ചി, 10-12 അല്ലി വെളുത്തുള്ളി, 5-6 പച്ചമുളക്, പിന്നെ അരമുറി തേങ്ങ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തതും വേണം. തേങ്ങക്കൊത്താണ് ഈ കറിയുടെ ഒരു ഹൈലൈറ്റ്. ചട്ടി നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ചെറിയുള്ളിയും സവോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ വറുത്ത എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. മൂത്ത് വരുമ്പോൾ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവോള ഇപ്പോൾ വഴഞ്ഞിട്ടുണ്ട്. ഇനി മസാല ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല. ഇത്രയുമാണ്. മസാല മൂത്ത് കഴിയുമ്പോൾ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യുള്ള ബീഫാണ് പെരളന് കൂടുതൽ നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. പിന്നെ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വയ്ക്കുക. ചെറിയ തീയിൽ 1 മണിക്കൂറോളം സമയം വേണം ഇത് വെന്ത് കിട്ടാൻ. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഈ സമയം നമുക്ക് ബീഫ് കുക്കറിലേക്ക് മാറ്റാം. 3-4 വിസിൽ കൊണ്ട് ബീഫ് റെഡിയാവും. പക്ഷേ ടേസ്റ്റ് എപ്പോഴും അടുപ്പിൽ പതിയെ ഇരുന്ന് വെന്ത് വരുന്നതാണ്. കറിയിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിരുന്നില്ല. ബീഫിൽ നിന്നിറങ്ങിയ വെള്ളമാണിത്. കുക്കറിലാണെങ്കിലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല.
ഇപ്പം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ബീഫ് വെന്തോ എന്ന് നോക്കാം. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ചാറ് അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. ബാക്കി ചട്ടിയുടെ ചൂടിൽ കുറുകി നല്ല പരുവമായിക്കോളും. അപ്പം നമുക്ക് ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റാം. ബീഫ് പെരളിനൊപ്പം കപ്പ കൊത്തി വെച്ചതാണ് അമ്മ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. കപ്പ അരപ്പൊക്കെ ഇട്ട് ആവി കയറ്റിയിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല ചൂട് കപ്പയുടെ കൂടെ മസാലയൊക്കെ പരണ്ടിരിക്കുന്ന പരുവത്തിലുള്ള ഈ ബീഫ് കറി കൂടി സൂപ്പർ കോമ്പിനേഷനാണ്. ബീഫ് പോലെ തന്നെ ഇതിൽ വറുത്ത് ചേർത്തിരിക്കുന്ന തേങ്ങാക്കൊത്ത് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അമ്മയുടെ ഈ നാടൻ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.